കുറഞ്ഞതൊരു 1000 ലൈക്കെങ്കിലും കിട്ടണേ തമ്പുരാന്. അപ്പൊ എനിക്ക് വല്ലതും ഉണ്ടാന്നേ, എന്റെ ഒരു കാഴ്ചപ്പാടാണേ. കൈ പൊള്ളണടാ. വേണമെങ്കിൽ നീന്തൽ പഠിക്കാൻ. അപ്പൊ നമ്മള് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത് കേട്ടോ. എന്താണ് ഏതാണെന്നൊക്കെ പറയാം. ഞാനിവിടെ വന്ന് കുറെ സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. കടയിൽ ചേട്ടനെ കടയിൽ. ഹായ് പറ ചേട്ടാ. അപ്പൊ നമ്മുടെ ഈ പ്രിയ സുഹൃത്തിനെ കണ്ടോ, തലയിൽ തേക്ക് ഷാമ്പു വാങ്ങിക്കാൻ വന്നതാണ്. നമ്മുടെ കടയിലെ ചേട്ടൻ പറഞ്ഞു, നിനക്ക് എന്തിനാണ് ഈ മുടിയില്ലാത്തടുത്ത് ഷാമ്പു എന്ന് ചോദിച്ച് കളിയാക്കിയാണല്ലേ. എന്നാലും ഷാമ്പു കിട്ടിയോ? കിട്ടി. ഇത് ഇത്രയും തലയിൽ തേക്കാൻ പോവേണോ? ആണോ? ഒറ്റ ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു ഷാമ്പൊന്നും അല്ല, നമ്മൾ 10 ഷാമ്പൊക്കെ വെച്ച് തല തേച്ച് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ പോട്ടെ ചേട്ടാ. അപ്പൊ ഞങ്ങള് ഇന്ന് പോകുന്ന സ്ഥലത്ത് വന്നാ വല്ലതൊക്കെ കഴിച്ചിട്ട് പോകാം. വരുവോ? നോക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. താങ്ക് യു. പരിചയപ്പെടാൻ സഹായിച്ച വളരെ സന്തോഷം. വേണം. അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഒരു ആൻറ്റിയെ കാണണം കേട്ടോ, പരിചയപ്പെടണം. അവരറിഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അവർ ഫുഡ് കഴിച്ചുകൊണ്ട് നടയിലിരിക്കുക കേട്ടോ. എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് ചോദിക്കും. ഇവിടെ വന്നോ, അറിയുവോ? എന്തോന്ന്? അതുകൊണ്ട് അറിയാം. ചോറൊക്കെ വെച്ച് കഴിക്കണം. അപ്പൊ എനിക്ക് വല്ലതും ഉണ്ടാന്നേ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്തായാലും നിറഞ്ഞ മനസ്സാണ്. ഈ ഒരു കുഞ്ഞു വീട്ടിനകത്താണോ നിങ്ങളെ താമസം? ഇറങ്ങട്ടെ, ഞാൻ വീട്ടിനകത്തോട്ട് ഇത് എത്ര പൂച്ചയാണ് നിങ്ങൾ വളർത്തുന്നത്? ദൈവത്തിന്റെ പടപ്പായതുകൊണ്ട് നിങ്ങൾ ഇത്രയും പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണം. ഒരു 1 കിലോ അരി വേണമല്ലോ പൂച്ചയ്ക്ക് മാത്രം കൊടുക്കാനായിട്ട്? കൊടുക്കണം. അതിന് കൊടുത്തിട്ടൊക്കെ. അതെ, അത് സത്യമായിട്ടുള്ള കാര്യം, സത്യമായിട്ടുള്ള. എന്തായാലും അടുപ്പത്ത് വിറകടുപ്പാണ്. അടുപ്പത്ത് നല്ല എന്തെന്നേ കുടിക്കാനുള്ള വെള്ളം തന്നെ നീ തിളപ്പിക്കണത്? ഓ, പൂച്ചയ്ക്ക് വിശന്നപ്പോ നിങ്ങൾ എന്തായാലും അരി വെന്തോ വെന്തില്ലെന്ന് നോക്കിയില്ല, കോരി വെച്ച് പൂച്ചയ്ക്കും കൊടുത്ത് നിങ്ങൾ എവിടെങ്കിലാണ്. അത് നല്ലതാ കേട്ടോ. അരിയൊക്കെ വയറ്റി കിടന്ന് എന്തോളോന്നേ. ഇങ്ങനെ തന്നെ വിശപ്പെന്ന് പറയുമ്പോ നമ്മളെല്ലാരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ആന്റി നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ? ഒറ്റയ്ക്ക് വ്യാപിച്ചിറങ്ങി മതിയെന്നേ. അതാണ് ഒരു സമാധാനം. ദൈവം കൂടെ ഉണ്ട്. മക്കളൊക്കെ എവിടെ? മരിച്ചുപോയാ മോയ? ഒരു മോൻ മരിച്ചാ? അവരിപ്പോഴാണ് കാണുന്നത് സംഭവം. ഒരു മോൻ എന്ത് പറ്റി മരിച്ചത്? അങ്ങനെ കുടിച്ച് സ്വയം ജീവിതം നശിപ്പിച്ചതാ ഒരു മോൻ അല്ലേ? ഒരു മോനുണ്ട്. മരിച്ചുപോയ മോൻ എത്ര മക്കള്? 2 ആൺപിള്ളേരോ പെൺപിള്ളേരോ? 10ലും പഠിക്കണം അല്ലേ ആന്റി? അപ്പൊ നമ്മൾ ഇന്ന് എന്ത് പറയാനാണോ, അല്ല നമ്മൾ ഇന്ന് വന്നത് എന്താണെന്നറിയാമോ? ഒരു ദിവസം നിങ്ങളെ കൂടെ അങ്ങനെ നിന്ന് നിങ്ങൾ വല്ലതൊക്കെ തരണതും കഴിച്ച് ഇവിടെ എവിടെയെങ്കിലും ചുരുണ്ടു കൂടെ കിടക്കണം അങ്ങനെ വിചാരിച്ചാണ് ഞാൻ വന്നത്. അപ്പൊ എന്നെ നിങ്ങൾ എന്ത് വിശ്വാസത്തിൽ ഈ വീട്ടിനകത്ത് പാർപ്പിക്കുന്നു? കടങ്ങ എന്നെ കണ്ടിട്ട് വേറെ അലുമ്പൊന്നും തോന്നണില്ല. കണ്ടോ എന്റെ പ്രിയ സുഹൃത്തുക്കളെ? അപ്പൊ നമ്മുടെ ആന്റി തന്നെ പറഞ്ഞിട്ടുണ്ട് അലുമ്പായിട്ടൊന്നും തോന്നില്ല. പാവമായിട്ട് തോന്നുന്നുണ്ടോ? അന്ന് ഇവിടെ ഒന്ന് ഫോട്ടോ എടുത്തത് ഞാൻ കണ്ട്. അന്ന് കണ്ട് ആ പരിചയത്തിന്റെ പുറത്താണ് ഇന്ന് എന്നെ വിളിച്ച് വീട്ടിനകത്ത് കയറ്റിയതല്ലേ? മതി ആന്റി, ഇതെങ്കിലും ദൈവം മാട്ടും തൊഴുത്തിലാ പറഞ്ഞത്. അതുകൊണ്ട് ആന്റിക്ക് ഇത്രയൊക്കെ കൊടുത്തു തന്നെ വലിയ സൗകര്യം എന്നാ പറയുന്നത്. മനസ്സിലായോ? എന്തായാലും ഉള്ള ആന്റി കുഞ്ഞു വീടായാലും ഇതുപോലും ഇല്ലാത്ത പൂച്ചയ്ക്ക് പേരാ. ആന്റി പിന്നെ ഒരു കാര്യമുണ്ട് ആന്റി, റോഡ് അതായത് ബസ് സ്റ്റോപ്പുകളിലും റോഡിലും ഒക്കെ പിന്നെ കിടക്കുന്ന എത്രയോ ആളുകൾ അപേക്ഷിച്ച് ഇത് സ്വർഗം തന്നെയാണ് അല്ലേ? അത്രയോ നമ്മളും കുറെ കാലമൊക്കെ വാടക വീടുകളിലും അങ്ങും മാറി താമസിച്ച ആള് തന്നെ. അതുകൊണ്ട് എനിക്ക് അറിയാം, അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അറിയാം. എന്തായാലും ഇതൊരു സ്വർഗം തന്നെയാണ് അല്ലേ? നമുക്ക് ഇന്നൊരു സുന്ദരമായ സ്വർഗമാക്കി തീർക്കാം. വീണ്ടും ഞങ്ങൾ ഇവിടെ വന്നില്ലേന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. എങ്ങനെ കാണിക്കുന്ന കൈ പാവാണ് കേട്ടോ. ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്ക് എന്തായാലും നമ്മളെ പോലുള്ളവരെ കാണും വലിയ സന്തോഷമാണ് അല്ലേ ആന്റി? വലിയ കാര്യമാണ്. അതെ, സഹോദരങ്ങളാണ്. അതെ. അപ്പൊ നമ്മള് ഇന്നൊരു ദിവസം ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഞാൻ കാണും. എന്റെ പ്രിയ സുഹൃത്തുക്കളും നമ്മളോടൊപ്പം കേട്ടോ ഇന്ന് കാണണം. സുഹൃത്തുക്കളെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ? ഇല്ല, നമ്മുടെ ലക്ഷങ്ങളുള്ള സുഹൃത്തുക്കൾ ആ മൊബൈലിന്റെ അകത്ത് ഇരിക്കുകയാണ്.
സ്ഥലത്താണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. സത്യം പറഞ്ഞ ഫസ്റ്റ് ടൈം വെള്ളത്തിൽ അങ്ങോട്ട് ചാടാനോ എനിക്ക് തോന്നുന്നു. അത്രയും വെയിലുണ്ട്. കാണുമ്പോൾ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് ആൻറ്റിയോട് ഒരു ചൂലൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്ന് തൂത്ത് വൃത്തിയാക്കണം. ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പാചകം തുടങ്ങാം കേട്ടോ. അപ്പം വീണ്ടും വീണ്ടും എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എന്ത് പറയാനാണ്, ഒന്നേ പറയാനുള്ളൂ കേട്ടോ, കൂടെ വന്നോളൂ കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഞാനൊന്ന് ക്ലീൻ ആക്കട്ടെ. ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്നൊരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. എന്താണെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാക്കാം, കണ്ടാൽ മതി. അപ്പം ഞാൻ എന്തായാലും ക്ലീൻ ആക്കാൻ പോവുകയാണ്. അപ്പം എന്തായാലും ഞാനിതാ ഇവിടെ തൂത്തോണ്ടിരിക്കുകയാണ്. നല്ലൊരു എന്ത് പറയാനാണ്, വീട്ടിലൊരു തൂപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കരുതിയത് കേട്ടോ. നമ്മുടെ ലൈഫ് അല്ലേ, ഒരു ജീവിതം അടിച്ചു പൊളിച്ച് ഉള്ള ടൈം ജീവിക്കാന്നേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ വാക്കിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് അടിക്കുക കേട്ടോ. ഞാനിത് നന്നായിട്ട് തന്നെ തൂത്തിട്ടുണ്ട്. നമുക്കിനി അല്ലമൊക്കെ ഉണ്ടാക്കി കഴിക്കാം, വിശപ്പുണ്ട്. ഓക്കെ എന്നാ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അമ്മ കുറച്ച് വിറവ് തരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ വിറക് അധികം കൊണ്ടുപോകാറില്ല കേട്ടോ. അപ്പം എന്താ ഇവിടെ കുറേ വിറവുണ്ട്. അമ്മ പറഞ്ഞ ആവശ്യത്തിന് എടുത്തോളാം, എനിക്ക് കുറച്ച് മതി. അപ്പം നമ്മൾ വിറവ് എടുക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതേ കണ്ടോ, കുറച്ച് വിറവ് അമ്മ പിറക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് എടുത്തോളാനാ പറഞ്ഞു എന്നോട്. പിറക്കി ഇട്ടിട്ട് ആവശ്യമുള്ളത് എടുക്കാൻ പറയുക. കുറച്ച് മതി. നമുക്ക് ഇന്നത്തെ പാചകം ഒരു ലഘുവായിട്ടുള്ളൊരു പാചകമാണ് കേട്ടോ. അതുകൊണ്ട് വലുതായിട്ട് വിറക് വേണ്ട. കുറച്ച് ചൂട്ടും കൂടെ നമുക്ക് എടുക്കാം. മതി, ധാരാളം. വിറകും കൊണ്ട് ഒരു കുഞ്ഞു വീടാണ് കേട്ടോ. ഈ വീട്ടിനിടയ്ക്ക് കൂടെ അതെ പാത്രങ്ങളൊക്കെ വാരി വെളിയിട്ടിട്ടുണ്ട്. ഇവിടെ താണ്ടി പാത്രമൊക്കെ കഴുകാനായിട്ട് കുറച്ച് വിറവ്, പുല്ലും കൂടെ കയറി വന്നു കേട്ടോ. നമുക്ക് പോകാം. ഞാൻ വിചാരിച്ചു മുട്ട പൊട്ടിയായിരിക്കുമെന്ന്. എന്തായാലും നിങ്ങൾ വിചാരിക്കും ഒരു 10 മിനിറ്റ് വീഡിയോ, ഒരു 15 മിനിറ്റ് വീഡിയോയോ കാണുമ്പോൾ അങ്ങ് എന്ത് പറയുന്നത് സാരം പോലെ കണ്ടു തീർക്കും. ലൈക്ക് അടിക്കാൻ ഭയങ്കര മടിയാണ്. അതെനിക്കറിയില്ല എന്താണെന്ന് പ്രിയ സുഹൃത്തുക്കൾക്ക്. അങ്ങോട്ട് ആഞ്ഞൊരു അടി അടിക്കണം കേട്ടോ. അടിക്കാൻ അറിഞ്ഞൂടെ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നൊരു ചെറിയൊരു ലഘു ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതെല്ലാം വാരിക്കട്ടി വരുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും പോലെയല്ല. വീട്ടിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തോണ്ട് വരണം. നമ്മുടെ പാചകത്തിനനുസരിച്ച് പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചൂട് ആണെങ്കിൽ എനിക്കൊന്ന് വീശയും ചെയ്യാം. വരുന്നുണ്ടോ പാചക വീഡിയോ? വന്നാൽ കഴിച്ചിട്ട് പോകും. അങ്ങോട്ട് ആ 2 ചേട്ടന്മാരെ കാണിച്ചോട്ട്. ഒരു ചേട്ടനും ഒരു എന്താ പറയുക, ഒരു ബ്രദറും ഒരു ആങ്ങളയും. അങ്ങനെയാണ് പ്രായം കണ്ടിട്ട് തോന്നുന്നത്. അടുത്ത് ചട്ടുകം, പിച്ചാത്തി, കത്തി ആവശ്യമാണ്. അങ്ങനെ വെള്ളം വേണ്ട. നമ്മുടെ ഈ നാട്ടിലാണെങ്കിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ദൂരെ പോയ ആൾക്കാർ വെള്ളം എടുത്തോണ്ട് വരുന്നത്. എന്തായാലും എല്ലായിടവും പോകുമ്പോൾ ഞാൻ വെള്ളം കൊണ്ടുപോകണമാണ്. ഇന്ന് ഞാൻ ഓർത്ത് ഇവിടെ വന്നിട്ട് ആറ്റിൻ്റെ അരികിലല്ലേ, അപ്പോൾ വെള്ളം കാണുമെന്ന് വിചാരിച്ച് എന്തായാലും ഞാൻ ഒരു ബോട്ടിലേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ പോയി 2 പാത്രത്തിലായിട്ട് അവിടെ നിന്ന് ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ട്. ഗ്ലാസ്, തേയിലപ്പൊടി, അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ലഘുവായിട്ടൊരു ഫുഡ് വെച്ച് നമുക്കെല്ലാവർക്കും വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ്. അപ്പം തുടങ്ങാലോ. അപ്പം ഞാൻ നല്ലൊരു ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. ഒരുപാട് ദിവസമായി ഇത് ഉപയോഗിച്ചിട്ട് കേട്ടോ. അതാണ് ഈ കോലത്ത് ഇരിക്കുന്നത്. പാചകത്തിന് വേണ്ടി വാങ്ങിയതാണ്. തുരുമ്പെടുത്ത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഉണ്ടാക്കേണ്ടത് നമ്മുടെ എന്ത് പറയാ, അതായത് ബന്നിൽ നമ്മുടെ ബന്ന് വെച്ചുള്ള പരിപാടിയാണ് കേട്ടോ. എന്തായാലും ദോശക്കല്ല് കഴുകുകയാണ്. നമുക്ക് കുറച്ച് നല്ല വെള്ളം കൂടെ ഇട്ട് കഴുകാം. കാരണം മുകളിൽ നിന്ന് കുളിക്കുന്നുണ്ട്, തുണിയെ നനയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം അല്ലല്ലോ. കുറച്ച് നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണ്. ചേച്ചി ഒരു വൃത്തിയില്ല വെടുപ്പില്ലെന്നൊന്നും പറഞ്ഞു കളയില്ല കേട്ടോ. വൃത്തിയുടെ അങ്ങേയറ്റാണ്. വൃത്തി മൂത്ത് പ്രാന്തായെന്ന് വരെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അത്രമാത്രം വൃത്തിയോടുകൂടെ ഞാൻ പെട്ടെന്നൊന്നും ഒരിടത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ആളുമല്ല. അതൊക്കെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കരമാണ് ഞാൻ കേട്ടോ എന്ന് എല്ലാവരും പറയാറുണ്ട്, അറിയാന്നുള്ള ആൾക്കാരൊക്കെ. അപ്പം ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചും കൊണ്ട് ഞാനിത് അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് ഞാൻ അടുപ്പ് കത്തിക്കുകയാണ്. എൻ്റെ പാചക വീഡിയോയിൽ
കുറഞ്ഞതൊരു 1000 ലൈക്കെങ്കിലും കിട്ടണേ തമ്പുരാന്. എന്താണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സുഖമാണോ? ഇന്ന് സുഖവിവരം ഞാൻ തിരക്കിയില്ല. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ, ഹാപ്പി ആയിട്ടിരിക്കുന്നോ? അത് മാത്രം എനിക്ക് മതി കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം അടുപ്പ് ഞാനിതാ ഷൂട്ടൊക്കെ വെച്ച് ഇതാ കത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ബന്ന് കൊണ്ടുള്ള ഒരു പോരാട്ടമാണ് കേട്ടോ. ബന്നും ഞാനും തമ്മിലുള്ള മൽപ്പിടുത്തമാണ് ഇന്ന്. ഇതേ കണ്ടോ, ബന്ന് മുട്ട ബന്ന് അങ്ങനെ. അപ്പം നമുക്ക് ഇന്ന് ബന്ന് കൊണ്ട് നമ്മുടെ മുട്ട റോസ്റ്റൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുള്ള ഒരു ചായയൊക്കെ കുടിക്കാം കേട്ടോ. ഏതാണ്ട് ഞാനിപ്പം നിൽക്കുന്ന ടൈം ചോദിച്ചാൽ 2:30 മണി ആയിട്ടുണ്ട്. അപ്പം ചായ ടൈം തന്നെയാണ്. ഇതൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഇട്ട് വരുമ്പോൾ 3-3:30 ആയിക്കോളും കേട്ടോ. ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ടതുണ്ട്. അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ബന്നൊക്കെ? ഇത് നമ്മൾ എന്ത് പറയാനാണ്, അതായത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന്, ബന്ന് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണേ. അത് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇടാം. ചീസ് എന്താ അനുവ കഷ്ണം പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് മെൽട്ടായി വരണം. അപ്പം ഞാൻ എന്തായാലും ചീസ് ദേ ഈ പരുവത്തിലായി. ഓരോ ഇതളായിട്ട് വരേണ്ടത് ഇത് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇതേ കണ്ടോ, ചീറ്റി പോയോ? ഇതേ കണ്ടോ, ഇങ്ങനെ ആയിരിക്കുന്നത് കേട്ടോ. ഞാൻ കണ്ടോ. അപ്പം നമ്മൾ എന്തായാലും പൊരിച്ചെടുക്കാം. മുട്ടയും കൂടെ ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ്മെൻറ്റിന് പണി വാളിയെന്ന് തോന്നുക. എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കൂടെ കഴിക്കാൻ വരുന്ന ആൾക്കും കൊടുത്ത് നമ്മളും കഴിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു വെളിയിൽ പോയുള്ളൊരു പാചകം, കപ്പയും നല്ല എന്ത് പറയാനാണ്, വേറെ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഇന്ന് എനിക്ക് പറ്റിയില്ല. നമ്മുടെ കഴുകിയെടുക്കാം കേട്ടോ. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, എനിക്ക് ഒരു കാര്യം, എനിക്ക് ഈ നാടൻ ഭക്ഷണം ഉണ്ടാക്കിയുള്ള ഒരു അറിവേ ഉള്ളൂ കേട്ടോ. ചീസ് ഇതിൻ്റെ ഈ ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് തേച്ച് കഴിക്കേണ്ടതാണെന്ന് തോന്നുക കേട്ടോ. ഞാനിതാണ്ടിരിക്കുന്ന നോക്കിയൊക്കെ രണ്ടും കെട്ട വരെ, പകുതി ചട്ടുവത്തിൽ, പകുതി ദോശക്കല്ലിൽ, പകുതി കവറിൽ. എന്നാൽ പാചകം കണ്ട് മറു സൈഡ് നിൽക്കുന്ന ആൾക്ക് ചിരി സഹിക്കാൻ വയ്യ കേട്ടോ. എനിക്കറിയില്ല കേട്ടോ ഇങ്ങനത്തെ ഈ ചൈനീസ് വിഭവങ്ങളോട് ഞാൻ വിരുദ്ധമാണ്. അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാനും അറിയില്ല. സത്യം ഒരിക്കൽ പോലും ആരോട് ചോദിച്ചതുമില്ല. ഒരു ഐഡിയ വെച്ച് കൊണ്ടുവന്നു. പക്ഷേ ഇങ്ങനെ നോക്കി നോക്ക്, ഇങ്ങനെയാണോ? ഇങ്ങനെ വെച്ച് നമുക്ക് മുട്ടയും കൂടെ വെച്ച് കഴിക്കാം. ചിരിക്കരുത് കേട്ടോ, ഇതെന്റെ പാചകം. അങ്ങോട്ടേക്ക് തിരിച്ചൊന്ന് കാണിച്ചു കൊടുത്തേ. നമ്മളെ ബക്കറ്റ് വെച്ചോണ്ടിരിക്കുന്ന നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് കേട്ടോ. ചിരി സഹിക്കാൻ വയ്യ അവർക്ക്. ചീസ് ഇതിൽ പുറത്ത് തടകി എടുക്കണോ അല്ലേ? അവർക്കും അറിയില്ല കേട്ടോ. ഞാൻ വെച്ചിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്കും അറിയില്ല. അപ്പം എന്തായാലും നല്ല ഒരു ചായ ഇടാം. ആരും എന്നെ പഠിപ്പിക്കണ്ട, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇത് അങ്ങ് പണി പാളിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ബാക്കിയൊക്കെ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇപ്പം ബുൾസ അതായിട്ടുണ്ട്. ദേ കണ്ടോ, ഇങ്ങനെ ബുൾസ വെച്ചിട്ട്, ദേ കണ്ടോ, ഇത് വെച്ചിട്ട് ഓൾറെഡി ചീസ് ഇട്ട് കഴിഞ്ഞു അല്ലേ. ദേ ഈ ബന്ന് ഇങ്ങനെ വെച്ച് കുറച്ച് പച്ചക്കറി കൂടെ വെട്ടി എരിഞ്ഞ് ഇതിനകത്ത് കയറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിക്കാത്തത് നല്ലതായ, അല്ലെങ്കിൽ അതും കൂടെ വേസ്റ്റ് ആയേനെ. അപ്പം അതിങ്ങനെ വെച്ച് ഇതെങ്ങനെ ചൂടോടെ കഴിക്കണം കേട്ടോ. എന്തായാലും ബാക്കിയും കൂടെ നമുക്ക് എടുത്തതിന് ശേഷം ചായ ഇടാം കേട്ടോ. ചായ ഇട്ടിട്ട് പെട്ടെന്ന് കഴിക്കുന്നതിന്. കണ്ടല്ലോ, ഇതാണ് എൻ്റെ ബർഗർ. അപ്പം നമ്മുടെ ബർഗറൊക്കെ ശരിയായിട്ടുണ്ട്. ചായക്കുള്ള പാല് കേട്ടോ. ഞാൻ 1 ലിറ്റർ പാല് വാങ്ങിക്കൊണ്ടുവന്ന് 1 ലിറ്റർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കാരണം ക്യാമറയുടെ ബാക്കിൽ നമ്മുടെ നാട്ടുകാരെ കുറച്ച് പേര് നിൽപ്പുണ്ട്. അവർക്കും കൂടെ ആയിട്ടാണ് ഞാൻ ചായ ഇടുന്നത്. പിന്നെ നിങ്ങൾക്കും കൂടെ കേട്ടോ. പാല് തിളയ്ക്കാനായിട്ട് നല്ല അടുപ്പും, എന്ത് പറയാനാണ്, നല്ല അടുപ്പും ആണ്, വിറകും ഉണ്ട്. അതുകൊണ്ട് നല്ല എന്ത് പറയാ, നന്നായിട്ട് തീ കത്തുന്നുണ്ട്. ഇന്നത്തെ പാചകം പൊളിയാണ്. പക്ഷെ നമ്മുടെ ബർഗറാണ് ചീറ്റിപ്പോയത്. അതെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ചിറ്റാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ സ്വന്തം തമിഴ്നാടാണ് കേട്ടോ. കളിയലാണ് ഇതിന്റെ പ്രോപ്പർ സ്ഥലം. നമ്മുടെ കന്യാകുമാരി ജില്ല അല്ലേ, കന്യാകുമാരി ജില്ലയാണ്. അടിപൊളി ഒരു പ്ലേസ് ആണ്. കുളിക്കാനും നനയ്ക്കാനും ഭക്ഷണം വെക്കാനും ഒക്കെ പുറത്തുനിന്ന് ആൾക്കാരും ഇവിടെ ഭക്ഷണം വെക്കാൻ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു എന്ത് പറയാനാണ് അറിവ്. അടിപൊളിയായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ്. സിനിമ ഷൂട്ടിങ്, നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്ന് വേണ്ട
ഫോട്ടോ ഷൂട്ടിങ്ങിന് വരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. പാചകം വെച്ചിരിക്കുകയാണ്. ഞങ്ങളിതാ കഴിക്കാൻ പോവുകയാണ്. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെയും ക്ഷണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് എൻ്റെ ബർഗർ എങ്ങനെയുണ്ടെന്ന് നോക്കുക. അപ്പൊ ഞാനും എൻ്റെ ബർഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയ്യോ, പാചകം കണ്ടോണ്ട് വ്യക്തി പറയാ സൂപ്പറാണ്. പണി പാളിയെന്ന് എനിക്കേ അറിയാവൂ. എന്തായാലും കഴിച്ചു നോക്കിയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അഭിപ്രായം പറയണം. അപ്പം നമ്മുടെ ചൈനീസ് കുക്ക് വരെയാണ്. കുക്കിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇത് എന്തെന്ന് ഈ ഫുഡുകൾ? ഞാന് ബർഗറാണ് ഉദ്ദേശിച്ചത്. ബർഗർ ഇങ്ങനെ അല്ലെന്ന് എനിക്ക് അറിയാം. എങ്കിലും നമ്മുടെ എന്താ പറയുക, കപ്പയും മീനും ഇറച്ചിയൊക്കെ ആണെങ്കിൽ നമ്മുടെ പൂർവ്വര് കൈമാറി വന്നൊരു ഫുഡാണ്. അത് ഏത് കുഞ്ഞുങ്ങൾക്ക് ചോദിച്ചാലും അറിയാം. ഈ ബർഗർ കണ്ടുപിടിച്ച ആളാരെന്നറിയാവോ? അറിയത്തില്ല. പക്ഷെ ബർഗർ സൂപ്പറാണ്. കഴിക്കുന്നവർക്ക് സൂപ്പർ ഫുഡാണ് അല്ലേ? കഴിച്ചു നോക്കിയിട്ട്, അപ്പൊ ഇതെന്റെ ബർഗറാണ്. കഴിച്ചു നോക്കിയിട്ട് ചായ കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം ചേട്ടൻ തന്നെ പറയണം. കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും നാണം കെടുത്തരുത്. ആടിച്ച് നാളിൽ പൊക്കി പറഞ്ഞോളൂ എന്നെ. പ്രത്യേകിച്ച് നിങ്ങളുടെ നാട്ടിൽ ഞാൻ വന്നൊരു പാചകം ചെയ്തതാണ് കേട്ടോ. ഇനി ഒരു ദിവസം നമുക്ക് ബിരിയാണി, കപ്പ ഇറച്ചി, എല്ലും കപ്പ ഒക്കെ ഉണ്ടാക്കാം. ഇന്ന് ഈ ബർഗറിൽ അപ്പം എടുക്ക്. ഞാൻ ഇരിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ. ഇനി ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ പ്രിയ സുഹൃത്താണ്. അവള് നേരത്തെ വന്ന് നോക്കിയിട്ട് പോയതോ. നമ്മുടെ പെൺ സുഹൃത്തുക്കളൊക്കെ ഇതിനകത്തുണ്ട്. നമ്മൾ അവരാരും ഫേസ് കാണിക്കുന്നില്ല. അവർ ഇച്ചിരി നാണക്കേടുള്ള കൂട്ടത്തിലല്ലേ? നിങ്ങളെ വീഡിയോ വരും കേട്ടോ. നമ്മുടെ പെൺ സുഹൃത്തുക്കളെയൊന്നും കാണിക്കുന്നില്ല. അവർ ഇച്ചിരി നാണക്കേടുള്ള കൂട്ടത്തിലാണ്. എനിക്ക് പിന്നെ നാണം എന്ന് പറഞ്ഞ ഫാക്ട് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയണം. മധുരം ഇട്ട് തരാം ചായ കുടിച്ചതിന് ശേഷം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ അവരൊരു നാട്ടിൽ പോയി ഒരു ഗ്ലാസ് ചായയൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജന്മത്തിൽ പോലും നടക്കാത്ത കാര്യമായിരുന്നല്ലേ? ആണേ, എവിടെയോ കിടന്ന് ഞാന് കേരളത്തിലുള്ള ആള് തമിഴ്നാട്ടുകാർക്ക് വന്ന് ചായ ഇട്ട് കൊടുക്കുന്നത്. അതെ അതെ അതെ. അധിക ദൂരല്ലേ അല്ലേ? നമ്മുടെ ബോർഡർ ആണ്. അതെ. ആണോ? അതാ ചായ കുടിച്ചിട്ട് അഭിപ്രായം പറയൂ. ഞാനേ നേരത്തെ പറഞ്ഞു ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കാ. സൂപ്പർ എന്നേ പറയാ. അതുകൊണ്ട് പറഞ്ഞാണോ? മധുരം വേണോ അല്ലേ? കറക്റ്റ് മധുരം. എനിക്ക് മധുരം കുറച്ച് പഞ്ചസാര കൊണ്ടുവന്നിട്ടുണ്ട്, ഇട്ടുതരാം. അപ്പൊ ബർഗർ എടുത്തോ. വരുന്നേ, ചായ കുടിച്ചിട്ട് പോവാം. സൂപ്പർ കേട്ടോ. എനിക്ക് മധുരം മതി കേട്ടോ. എനിക്ക് ചായ മാറ്റി വെക്കട്ടെ. എനിക്ക് ലൈറ്റ് മധുരം മതി. ഇവന് ഒരുപാട്. അപ്പച്ചന് ചായ ചിലപ്പോൾ മധുരം കുറച്ച് മതിയായിരിക്കും. മാറ്റി വെക്കട്ടെ. നിങ്ങൾക്ക് ഇതാ പഞ്ചസാര. അത് ചീസ്. അങ്ങനെ നമ്മളെ ഒരു അങ്കിള് കുറേ പൂച്ചയായിട്ട് വരെയാണ് കേട്ടോ. പൂച്ചയുടെ എത്ര എണ്ണോ വന്നേ നിങ്ങളെ? അതേ കണ്ടോ, ആ കവറിൽ എന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്കിളിന് നമ്മൾ ചായ കൊടുക്കാൻ പോവേണ്. പാവം കേട്ടോ. എന്തായാലും ഈ നാട്ടുകാരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ. ഭാര്യയെ വിളിക്കണം. ആരെ വിളിക്കുന്നത്? ഇല്ല 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 ഇല്ല, അങ്ങനെയൊന്നും പറയരുത്. ഇതാ ഇവിടെ ഇരിക്കേ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഇരിക്കേ. അതാ കൊടുത്തിട്ട് വരും. പിന്നെ അത് കൊടുത്തിട്ട് വരും. ഇതാ അല്ലേ അല്ലേ? ഇതാ അപ്പൊ മാമന്റെ സ്വന്തം ഭാര്യയ്ക്ക് ആദ്യം കണ്ടോ സ്നേഹം? കണ്ടോന്നേ അതന്നെ കണ്ടോ സ്നേഹം. ഒരു ബർഗറും ചായയും വാങ്ങി ആദ്യം ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മള് കണ്ടു പഠിക്കണം എന്തായാലും. കണ്ടോ? അപ്പൊ അങ്കിള് ഭാര്യയ്ക്ക് കൊടുക്കാനാണ് 18ാം പടി കയറി പോണത്. നോക്കി നോക്ക്. അവർക്ക് ഇറങ്ങാൻ പറ്റാത്തോണ്ടാണേ. എടുത്തു. അപ്പൊ ബർഗർ ചൈനീസ് ഫുഡ് ഉണ്ടാക്കുന്ന നമ്മുടെ സ്വന്തം ചേട്ടനാണ് ഞാൻ ഫസ്റ്റ് ബർഗർ ദാനം ചെയ്തിട്ടുള്ളത്. ചേട്ടാ കഴിച്ചിട്ട് ആണോ? ആണോ? ഞാൻ കൊണ്ടുവന്നല്ലേ, അവിടെ നിന്ന് വാങ്ങിയ ചൂല് ഇവിടെ തൂക്കാനായിട്ട്. എങ്ങനെയുണ്ട് ഇത്? എന്താ ഇതല്ലേ? ഇത് പാവങ്ങളുടെ ബർഗർ ആയേക്കാലോ. നമുക്ക് അങ്ങനെ ഒരു പേരിട്ടാലോ? പാവങ്ങളുടെ ബർഗർ എന്ന് പറഞ്ഞ തട്ടിക്കൂട്ടല്. ഒരു ബന്ന് വാങ്ങിക്കുക, ഒരു മുട്ട ഇട്ടിക്കുക, അല്പം ചീസ് വെക്കുക. ശരിയായോ അല്ലേ? എങ്ങനെ ചായക്കൊക്കെ സിമ്പിൾ ആയിട്ട് കഴിക്കാം. മതി അല്ലേ? ആഡംബരം ഇല്ലാത്ത ഒരു ബർഗർ. അപ്പൊ സൂപ്പറാന്ന് നമ്മളെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. അപ്പൊ നമ്മുടെ അങ്കിളിന് ഞാനൊരു ചായ കൊടുക്കട്ടെ. അങ്കിളെ ഇന്നേ നമ്മളെ നാട് പറഞ്ഞു തരാം. അതെ കഴിക്കും. ഇവിടെ ഇരിക്കേ. നമ്മളെ അങ്കിളിന് ഒരു ചായ പതുക്കെ ഇരിക്കണേ. അത് അങ്ങ് എടുക്കും. ചായ പിടിച്ചോളാം. ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവിടെ ഇരുന്നു. അപ്പം എന്ത് പറയാനാണ്, നമ്മളെ എല്ലാവരും കൂടെ ഇതുപോലെ വലിയൊരു സന്തോഷം വേറെ കിട്ടാനില്ല അല്ലേ ലൈഫിൽ. എല്ലാവരും കൂടെ കിട്ടുന്ന ഒരു ടൈമിൽ നമ്മൾ എല്ലാവരും കൂടെ വളഞ്ഞിരുന്ന ഒരു ചായയും
ഒക്കെ കുടിക്കുമ്പം അല്ല ഒരു എന്റർടൈൻമെന്റ് അല്ലേ അല്ലേ? ഇതൊക്കെയല്ലേ ലൈഫിൽ അല്ലേ? അതെ അതെ, ചിരിക്കാൻ കിട്ടുന്ന സമയം ചിരിച്ചു തീർക്കുക. നാളെ ചിരിക്കാൻ കിട്ടിയെന്ന് വരില്ല അല്ലേ? ആന്റിക്ക് ഞാൻ ചായ കൊണ്ട് കൊടുക്കാം, ചായ കൊണ്ടുവരാട്ടോ. അറിയില്ല തന്നെ ബട്ടർ ഞാൻ മറ്റേ ചീസാണ് വാങ്ങിക്കൊണ്ട് വന്നത്. ഏതാണ്ട് ഇത് കണ്ടോ, ഇത് ദോശക്കല്ല് ചൂടാക്കേണ്ടതല്ല അല്ലേ? ഇത് വെറുതെ ഒഴിച്ച് എടുക്കേണ്ടതാണോ? അത് തന്നെ, ദോശക്കല്ലിൽ ഒഴിക്കണ്ട. ഇത് ഞാൻ ചൂടാക്കി മൊരിച്ച് വറക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ആണോ? അപ്പൊ ഇപ്പൊ മനസ്സിലായി കേട്ടോ. ബർഗറൊക്കെ ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഒരു കുളിയൊക്കെ പാസ്സാക്കി ആ ക്ഷീണമൊന്ന് മാറ്റിയിട്ട് പോകാമെന്ന് കരുതി. എന്തായാലും ഇത് ഡാമിലെ വെള്ളമാണ് കേട്ടോ. അതായത് നമ്മുടെ ഏത് പേച്ചിപ്പാറ ഡാമിലെ വെള്ളമാണ്. ഞാൻ പിന്നെ മൈക്ക് ഓൺ ദ സ്പോട്ടിൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ളത്തിൽ വീഴണ്ട എന്ന് കരുതി മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഒറ്റയടി കൂടെ വെച്ചപ്പം കാല് പുതയും മീൻസ് അവിടെ ചവറാണ് കേട്ടോ. അപ്പോൾ അടുത്ത് ഒരാൾ നിൽക്കുക, കുഴപ്പമില്ല, താഴ്ചയില്ല, മുന്നോട്ട് വാ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് സ്ത്രീകൾ കുളിച്ചൊക്കെ കയറിപ്പോയി കേട്ടോ. പറയുന്നുണ്ടെങ്കിലും വെള്ളം കുടിച്ച് ചാവാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം എനിക്ക് നീന്തൽ വലിയ വശമൊന്നുമില്ല, പിന്നെ എവിടെ പോയാലും കുളിക്കാണ്ട് പോകത്തുമില്ല. എന്തായാലും ഞാൻ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഭാഗത്തെ ഒരു ചവറുള്ളൂ. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നല്ല എന്ത് പറയുന്നത് മണച്ചിട്ട പോലെയാണ് ഇരിക്കുന്നത്. ഇത്രയും അല്ല ഇത്ര ഒരു കാഴ്ചയുള്ളൂ. അടിപൊളി പ്ലേസ് ആണ്. നല്ല എന്താ പറയുക, ഫുഡൊക്കെ വെച്ച് കഴിച്ച് കുളിച്ച് കയറി പോകാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു സ്ഥലം തന്നെയാണ്. നമ്മുടെ ചിറ്റാറ്റിൻകര, തമിഴ്നാട് കളിയിലാണ് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ഥലം. ഇത് നമ്മുടെ ഡാമിലെ വെള്ളമാണ്. അപ്പോൾ ഇത് പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കുളിക്കാനും ഒക്കെ നല്ലൊരു ഫുഡൊക്കെ കഴിക്കാനും. അത് നിങ്ങളിൽ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പോവുകയാണ് കേട്ടോ. ഞാനൊന്ന് കുളിപ്പിച്ചേ പോകുന്നത്. ക്യാമറ ഓഫ് ചെയ്യാൻ പോവുകയാണ്. വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ പിടിച്ച് കുട്ടികളൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഒരു പണ്ട് പോലെ കെട്ടിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടുകാർ സൂപ്പറാണ് കേട്ടോ. അത് ഞാൻ വിട്ടുപോയി വീണ്ടും പറയുകയാണ്.